വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ നിങ്ങളെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ പറയുന്ന SLCയുടെ രണ്ടാമത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിവിടെ ഇനി എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം അല്ലേ, എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പോൾ നേരത്തെയുള്ള പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് നമ്മളോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും, കമന്റിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നോക്കാം. ദ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസ്. ആ റൈറ്റിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇപ്പോൾ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്നാമത്തെ പാർട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ പറയുന്ന കണക്ക് ഒരു വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്ത് ചെയ്യുന്നു, പെലയോ എന്ന് പറയുന്ന ആളുടെ വീട്ടിന്റെ കോട്ടയാന്റെ ബൈക്കിൽ വന്ന് വീഴുകയും അത് എന്ത് ചെയ്യുന്നു, കണ്ടിട്ട് കുട്ടിയെ രക്ഷപ്പെടുത്താനായി വന്ന ഒരു ഏഞ്ചലായിട്ട് കൺസിഡർ ചെയ്യുകയും ഇത് കേട്ട ലോകത്തിന്റെ പല പാർട്ടിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയും പൈസ വെച്ച് ആൾക്കാരെ എന്ത് ചെയ്യുന്നു, അവർ കയറ്റി അവർ അത്യാവശ്യം പൈസയൊക്കെ സ്വരുക്കൂട്ടിയൊക്കെ ചെയ്തു. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത്, ചെറുതായിട്ട് പറഞ്ഞതാണ് അല്ലെ. അപ്പൊ കഥ നിങ്ങൾക്ക് അറിയാം. ഇതാ ബാക്കി പോർഷൻ നമ്മൾ നോക്കാണ്. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹൂ ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെക്സ്റ്റ്. അപ്പൊ നോക്കണേ, അപ്പോൾ ഈ പറയുന്ന കണക്ക് ആൾക്കാരെ ഇങ്ങനെ പൈസ വെച്ച് കൂട്ടിക്കൊണ്ട് അല്ലെ, പൈസ 5 സെന്റ് വെച്ച് വാങ്ങിക്കൊണ്ട് ഈ പേലയും എൽസിന്റെയും കൂടെ എന്താണ് ഇങ്ങനെ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹൂ ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഈ പറയുന്ന കണക്ക് ഈ പറയുന്ന പ്രവൃത്തിയിൽ പങ്കെടുക്കാതെ ഇതൊന്നും അറിയാതെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആരായിരുന്നു? നമ്മൾ ഈ പറയുന്ന ഏഞ്ചൽ മാത്രമായിരുന്നു. ഏഞ്ചൽ മീൻസ് നമ്മൾ ഈ പറയുന്ന ഓൾഡ് മാൻ മാത്രമായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. തനിക്ക് ബോറോ ചെയ്ത് കടമായി കിട്ടിയ തന്നെ എന്താണ് കൊണ്ടിട്ട് ആ നെസ്റ്റിന്റെ അകത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? നമ്മുടെ മാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. At first they tried to make him eat some mothballs. ഈ പറയുന്ന പാറ്റാഗുളിക അല്ലെ, പാറ്റാഗുളിക അല്ലേ, പാറ്റയ്ക്കൊക്കെ നമ്മളെ കൊല്ലാനായിട്ടുള്ള ആ പാറ്റാഗുളികയാണ് ആദ്യം പുള്ളിക്കാരന് കഴിക്കാനായിട്ട് ഇവർ കൊടുത്തത്. But he ate nothing but eggplant mush. പക്ഷേ പുള്ളിക്കാരൻ അതങ്ങനെ കഴിച്ചോ? ഇല്ല. പുള്ളിക്കാരൻ കഴിച്ചത് എന്ത് മാത്രമാണ്? ഈ എഗ് പ്ലാന്റ്, നമ്മൾ ബ്രിഞ്ചാളില്ല, നമ്മളെ കത്തിരിക്ക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ പറയുന്നതിന് അതിന്റെ ഒരു മിക്സ് ആണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തത്, കഴിച്ചത്. അതിൽ നോക്കട്ടെ, ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീം ടു ബി പേഷ്യന്റ്. എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് നമ്മുടെ ഈ സാധാരണ അല്ലെ, അയാൾ ഒരുപാട് രീതിയിൽ ആൾക്കാരെ എന്താണ് ഫുഡ് എറിഞ്ഞു കൊടുത്തു അല്ലെ, അതുപോലെ ഒരു മോത്ത് വളലെ പറ്റാ ഗുളിക വരെ കഴിക്കാൻ കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടും അല്ല ആൾക്കാർ ഇങ്ങനെ നടന്ന് അയാളെ ശല്യം ചെയ്തിട്ടോ അയാൾ എന്ത് ചെയ്തില്ല, യാതൊരു റിയാക്ട് ആയില്ല. എന്നിട്ട് പറയാണ്, ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീം ടു ബി പേഷ്യന്റ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ എന്താണ് സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റി എന്താണെന്ന് പറയുകയാണ് പേഷ്യൻസ് അല്ലെ, സമാധാനം അല്ലെ. ആരെയും ഒന്നും ചെയ്യാതെ ഇത് ഇത്രയും ചെയ്തിട്ട് ആൾ വളരെ പേഷ്യന്റ് ആയിട്ടിരിക്കുകയാണ്. He was quite patient when the hens pecked at him, searching for the parasites in his wings. പോരാത്തേന് കോഴിക്കൂട്ടിലാണ് കൊണ്ടിട്ടേക്കുന്നത് അല്ലേ. നോക്കിയപ്പോൾ കോഴികൾ വന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വിങ്സിലൊക്കെ ഇങ്ങനെ കൊത്താൻ നോക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വന്ന് ഇങ്ങനെ കൊത്തി നോക്കി. കാര്യമൊന്നും വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എന്തെങ്കിലും പാരസൈറ്റ്സ്, ജന്തുക്കൾ, ചെറിയ ചെറിയ ജീവികളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാകില്ല. അതിനെയൊക്കെ നോക്കി കോഴികൾ വരെ വന്ന് അദ്ദേഹത്തിന്റെ വിങ്സിലൊക്കെ വന്ന് കൊത്തി നോക്കാൻ നോക്കി. ഹി വാസ് പേഷ്യന്റ് അഗെയിൻ. അപ്പോഴും അയാൾ എന്തായിരുന്നു, പേഷ്യന്റ് ആയിരുന്നു. ഹി വാസ് പേഷ്യന്റ് അഗെയിൻ when the cripples pulled out his feathers to touch their limbs with. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ക്രിപ്പിൾസ് എന്ന് വെച്ചാൽ വയ്യാത്ത ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഫെദറിൽ നിന്ന് ഈ മീൻസ് ആ പറയുന്ന വിങ്സിൽ നിന്ന് ഫെദേഴ്സ് ഊരിയെടുത്തിട്ട് അവരെ ലിംബിൽ ഇങ്ങനെ തൊട്ട് നോക്കാൻ, മീൻസ് വേറെ ഒന്നുമില്ല, ആ ഫെദേഴ്സിൽ പോലും ഏഞ്ചലിക് ആയിട്ടുള്ള തിങ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തു. മീൻസ് ഏഞ്ചൽ ആണല്ലോ, ഒരു ക്യാപ്റ്റീവ് ആയ ഏഞ്ചൽ പെലയുടെ കൂപ്പിൽ കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് എല്ലാവരും വരുന്നത് അല്ലേ. അപ്പോൾ സോ അവർ അവിടെ എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരന്റെ ഓരോ ഫെദേഴ്സ് ആയിട്ട് ഊരിയെടുത്തോണ്ടിരിക്കുന്നു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാണ്, അസുഖം മാറും. അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മൾ തന്നെ പല കാര്യങ്ങളല്ലേ, ഒരു ഇപ്പൊ പുള്ളിക്കാരൻ എന്താണ് ഒരു സൂപ്പർ നാച്ചുറൽ കഴിവുണ്ട് അല്ലെങ്കിൽ ഒരു ഏഞ്ചലാണ്. അപ്പൊ ഏഞ്ചൽ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ ബോഡിയിലെല്ലാം ഏഞ്ചലിക് ആയിട്ട് തിങ്സ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു, ഫെദേഴ്സ് ഇടുന്നു, അവരെ ലിംബിലൊക്കെ എന്താണ് വെച്ച് തൊട്ട് നോക്കുന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അതൊക്കെ എന്താണ് അവർക്ക് അസുഖം മാറും, അവർ ഹെൽത്തി ആവും, ഒരു വെൽത്തി ആവും എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നു. എന്നിട്ട് പോലും പുള്ളിക്കാരെ എന്ത് ചെയ്തില്ല, യാതൊരു വിധത്തിലുള്ള റൊട്ടാലിയേഷനോ തിരിച്ചൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു എന്താണ് ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. വളരെ പേഷ്യന്റ് ആയിട്ട് തന്നെ ഇവിടെ തന്നെ ഇരുന്നു ആ കോഴിക്കൂട്ടി തന്നെ. He remained patient when even the most merciful threw stones at him. ചില ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അയാളെ കല്ലെറിയാനായിട്ട് തുടങ്ങി. After all, they were only trying to get him to rise so that they would see him standing. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കല്ലെറിയുന്ന? ഏറ്റവും ദയയില്ലാത്തവന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി, യാതൊരു കാരണവും ഇല്ലാതെ ഈ പറയുന്ന അയാളുടെ ദേഹത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, കല്ലുകൾ എടുത്തെറിയാൻ തുടങ്ങി. കോഴിക്കൂടിന്റെ ഇടയിൽ കൂടെയുള്ള അതിന്റെ ഇടയിൽ കൂടെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയെങ്കിലും ഈ ഏഞ്ചലിനെ ഒന്ന് നിർത്തി കാണിക്കണം. മീൻസ് വേറെ ഒന്നല്ല, ഏഞ്ചൽ അവിടെ കിടക്കണം, വയ്യാതെ കിടക്കുന്ന ഏഞ്ചലിനെ എങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തണം അല്ലെ. നിർത്താനായിട്ട് എന്ത് ചെയ്യാണ്,
എഴുന്നേപ്പിച്ച് നിർത്താനായി അവർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അയാൾ അവിടെ കിടക്കുന്നു, അയാളെ ഭാഗത്ത് എന്താണ് കല്ലുകൾ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അയാളെ എങ്ങനെയെങ്കിലും എന്താണ് എഴുന്നേപ്പിച്ച് നിർത്താനായിട്ട് ഇവർ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആര്? ഈ വരുന്ന ആൾക്കാർ. ആലോചിച്ച് നോക്കി അല്ലേ. വളരെ ഒരു അനിമലിനെ പോലെ ഒരു എന്താ പറയുന്ന ഒരു കൂട്ടിൽ കിടക്കുന്ന ഒരു എന്താണ് ഒരു വല്ലാത്തൊരു അനിമലിനെ പോലെ ഒരു ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ജനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഹ്യൂമൻസിന്റെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ആ പറയുന്ന ഒരു ക്രൂരമായ പ്രവൃത്തി അല്ലെ, മനുഷ്യന്റെ ക്രൂരമായ പ്രവൃത്തികളെ അല്ലെങ്കിൽ അവരുടെ തോട്ടിനെ അവരുടെ ആ ഒരു രീതിയെയാണ് ഇവിടെ ആര് കളിയാക്കിയെന്ന് ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസ് ഈ കഥയിലൂടെ കാണിച്ചു തരുന്നത് അല്ലെ. എന്നുവെച്ചാൽ വ്യത്യസ്തനായിട്ടുള്ള ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെ, ചിലപ്പോൾ ഏഞ്ചൽ ആവാം, ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആവാം, എന്തോ ആവാം. പക്ഷെ ആ ക്രീച്ചറിനെ എങ്ങനെയാണ് അവർ കാണുന്നത് അല്ലെ. കല്ലെറിയുന്നു, ആരങ്ങൾ വലിച്ചെറിയുന്നു, കഴിക്കാനായി പാറ്റ ഗുളിക കൊടുക്കുന്നു അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ ഒരു വല്ലാത്തൊരു ഇതാണല്ലേ ഇങ്ങനെയുള്ള ഒരു ഡിഫറെന്റ് ലെവൽ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ മറ്റൊരാളെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കാണാം. ഇതൊരു മാജിക്കൽ റിയലിസം ആയതുകൊണ്ട് ഒരു വിങ്സോട് കൂടിയ മനുഷ്യനായി പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന അലോൺ ആയിട്ട് ഒറ്റപ്പെട്ട് കാണപ്പെടുന്ന ഒരു ആളെ എന്ത് ചെയ്യുന്നു അതുപോലെ ട്രീറ്റ് ചെയ്യാണ് അല്ലേ. സോ ഹ്യൂമൻസിന്റെ ഒരു ക്യാരക്ടറിനെ ഇവിടെ ആര് ചോദ്യം ചെയ്യുന്നില്ല, ആര് കാണിച്ചു തരുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസ് കാണിച്ചു തരുന്നുണ്ട്. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിംഗ് ദോസ് ഡേയ്സ് ദേ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കല്ലൊക്കെ എറിഞ്ഞ് ഇവനെ എഴുന്നേപ്പറ്റി നിർത്താനൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നു, ആൾക്കാർ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ ടൈമിലാണ് ഇറ്റ് ഈസ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിംഗ് ദോസ് ഡേയ്സ്, ആ ഒരു സമയത്ത് they are arrived in the town a traveling show. ഈ യാത്ര നാടോടികൾ എന്നൊക്കെ പറയത്തില്ലേ, ഈ പറയുന്ന സർക്കസ് കണക്കുള്ള മാജിക് ഷോ ഒക്കെ നടക്കുന്ന ഒരു ട്രാവലിംഗ് ടീം അവിടെ വരുന്നു, ആ പറയുന്ന അവരുടെ ടൗണിൽ എത്തുകയാണ്. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഒരു തണ്ടർ ലൈറ്റിനിങ് ഒക്കെ മീൻസ് ഇടിയും മിന്നലൊക്കെ അടിച്ചുകൊണ്ട് പെട്ടെന്നൊരു സ്ത്രീ എന്തായിട്ട് മാറുന്നു, ഒരു സ്പൈഡർ ലേഡി ആയിട്ട് മാറുന്ന ഒരു ടീം. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു മാജിക്കൽ ആ ടീം എന്ത് ചെയ്യുന്നു, എവിടെ എത്തുകയാണ്, ഈ പറയുന്ന പെലയുടെയൊക്കെ ആ സംഭവം നടക്കുന്ന സ്ഥലത്തിൽ അവിടുത്തെ ടൗണിൽ എത്തുന്നു. അപ്പോൾ നോക്കുമ്പോൾ ദ മെയിൻ അട്രാക്ഷൻ, ആ പറയുന്ന ട്രാവലിംഗ് ഷോയിലെ മെയിൻ അട്രാക്ഷൻ എന്താണ്? ഇടിയും മിന്നലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അടിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഇടിയും മിന്നലോട് കൂടി ഒരു പെണ്ണ്, ഒരു സ്ത്രീ എന്തായിട്ട് മാറുന്നു, ഒരു ലേഡി സ്പൈഡർ ആയിട്ട് മാറുന്ന ഒരു എന്താണ് ഒരു ഷോ അവിടെ നടക്കുന്നു. The admission fee to see her was less than the fee to see the angel. അപ്പോൾ ഏഞ്ചലിനെ കാണാൻ വരുന്ന ആൾക്കാർക്ക് 5 സെന്റ് പൈസ കൊടുത്ത് വേണം അവരെന്ത് ചെയ്യാൻ, അകത്ത് കയറാൻ. അപ്പോൾ ഈ ലേഡിയെ കാണാനാണെങ്കിലോ ആ പറയുന്നതിന്റെ പാതി പൈസയുള്ളൂ. അപ്പോൾ ആൾക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇപ്പൊ നമ്മൾ പൈസ കൂടി അല്ലെങ്കിൽ പണം ഉള്ള കൂടിയ സ്ഥലത്താണോ നമ്മൾ പൈസ ഒരുപാട് ടിക്കറ്റ് ഫീ തോനെയുള്ള സ്ഥലത്തിനേക്കാളും ടിക്കറ്റ് ഫീ കുറഞ്ഞ സ്ഥലത്തേക്കല്ലേ ആൾക്കാർ പോകാനായിട്ട് ഇതുണ്ടാവും. അപ്പോൾ അതുപോലെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. The admission fee to see her was less than the fee to see the angel. So the people flocked to see her. അപ്പോൾ എന്ത് ചെയ്തു, ആൾക്കാരെ ഫ്ലോക്ക് ചെയ്യുക, ആ കൂട്ടം കൂടിയല്ല എല്ലാവരും കൂട്ടത്തോടെ എങ്ങോട്ടേക്ക് പോയി അവളെ കാണാനായിട്ട്, ആ സ്പൈഡർ ആകുന്ന ലേഡിയെ കാണാനായിട്ട് പോകുന്നു. They were also permitted to ask her all manner of questions about her absurd state. അവളുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയെക്കുറിച്ച്, അവളുടെ ഏറ്റവും മോശപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കാനുള്ള ആ ഒരു എന്താണ് ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ്. കാര്യം ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഏഞ്ചൽ വല്ലതും അനക്കൊണ്ട യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. അവന്മാർ വന്ന് ഫെദർ പെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പ്ലക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് കല്ലെടുത്തെറിയുന്നു, എഴുന്നേറ്റ് നിൽക്കുന്നില്ല, മുഖത്ത് ബാൾസ് ഇട്ട് കൊടുക്കുന്നു, കഴിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു എന്താണ് ഒരു ഇതില്ല ഈ പറയുന്ന നമ്മുടെ ഏഞ്ചലിന്. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഈ ലേഡി ഒരു സ്പൈഡർ ആവുന്നു, ലേഡിയോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു ഷോ അവിടെ ഉണ്ട്. സോ ആൾക്കാർ പതുക്കെ എങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി, പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോയിരുന്നു, ഈ പറയുന്ന നമ്മുടെ ആരെ കാണാനായിട്ട്, ഈ സ്പൈഡർ ലേഡി അല്ലെങ്കിൽ ഈ പറയുന്ന ലേഡി സ്പൈഡർ ആകുന്ന ആ ഒരു ഷോ കാണാനായിട്ട് പോകാനായിട്ട് തുടങ്ങി. The owners of the house had no reason to lament ചെയ്യാൻ, സങ്കടപ്പെടാൻ. പക്ഷേ നമ്മുടെ പെലയും വെൽസിന്റെയും സങ്കടപ്പെട്ടാടെ ഇല്ല, അവർക്ക് അത്യാവശ്യമുള്ള പൈസ എല്ലാം ഇവിടെ തന്നെ കിട്ടി. കാര്യം ആ ഹാഫ് എ വീക്കില് അവരുടെ റൂം മൊത്തം ക്രാംഡ് ആവുക നിറഞ്ഞു അല്ലേ, അവരുടെ റൂം മൊത്തം പൈസ കൊണ്ട് നിറഞ്ഞു അല്ലേ. The owners of the house had no reason to lament. അതുകൊണ്ട് തന്നെ ആ പറയുന്ന വീട്ടിലെ ആൾക്കാർക്ക് ആർക്കും എന്ത് തോന്നിയില്ല, വലിയ ലാമന്റ് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വിത്ത് ദ മണി, അവർക്ക് കിട്ടിയ ആ പണം കൊണ്ട് they built a 2-story mansion with the balconies and gardens. അപ്പോൾ അവർക്ക് കിട്ടിയ ആ പണം കൊണ്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയടെ, ആ ഒരു പുതിയ വീട് വെക്കാനായിട്ട് തീരുമാനിച്ചു. അവർ പുതിയ വീട് വെക്കുകയാണ്. എങ്ങനെയുള്ള വീടാണ്? 2 story 2 നിലയുള്ള ആ ഒരു വീട് വെക്കുന്നു. വിത്ത് ബാൽക്കണിയോട് കൂടിയ വീട്, ആൻഡ് ഗാർഡൻസ്, മനോഹരമായ പൂന്തോട്ടമുള്ള വീട്. It also had a high netting so the crabs wouldn't get in during the winter, and iron bars on the windows so the angels wouldn't get in. അപ്പോൾ എന്താണ് പതുക്കെ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടിയ പൈസ കൊണ്ട് വീടൊക്കെ അടിപൊളിയാക്കുന്നു. വലിയ കൊട്ടാരം പോലെ 2 നിലയുള്ള കൊട്ടാരം പോലുള്ള വീട് വെക്കുന്നു. ബാൽക്കണി ഉണ്ട്, ഗാർഡൻസ് ഉണ്ട്. പോരാത്തതിന് ചുറ്റും എങ്ങനെ വെച്ചു, ആ പറയുന്ന ചുറ്റും നെറ്റ് കളിക്കുന്നു, ഹൈ നെറ്റ്, വലിയ പൊക്കമുള്ള നെറ്റ് വെക്കുകയാണ്. എന്ത് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പറയുന്ന വിന്റർ സീസണിൽ ക്രാബ്, കാര്യം കടലിന്റെ സമീപത്താണ് വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാബ്സ്, ഞണ്ടുകൾ ചിലപ്പോൾ
വീട്ടിലേക്ക് കയറി വരാം. സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു വിന്റർ സീസണിൽ ഞണ്ടുകൾ കയറി വരുന്ന തടയാനായിട്ട് ഈ പറയുന്ന കണക്ക് എന്ത് ചെയ്തു, ഒരു നെറ്റിംഗ് ഒക്കെ ഈ പറയുന്ന കണക്ക് ചുറ്റും എന്താണ് ഈ പറയുന്ന നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വച്ചേക്കാണ്. ആൻഡ് അയൺ ബാർസ്, പോരാത്തതിന് നെറ്റ് മാത്രമാണ് അയൺ ബാറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഏഞ്ചൽസ് ഒന്നും ഈ പറയണ ഇതേ കണക്ക് ഏഞ്ചൽസ് ഒന്നും വീട്ടിന്റെ അകത്തോട്ട് കയറാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഏഞ്ചൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അയൺ ബാറുകളൊക്കെ എന്ത് ചെയ്യാണ് അവിടെ ഗെറ്റിൻ എന്താണ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അയൺ ബാറൊക്കെ അവിടെ ഫിക്സ് ചെയ്തു. Peleyova also set up a rabbit warren and gave up his job as a bailiff for good. പുള്ളിക്കാരൻ പതുക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന റാബിറ്റ് വാരൻ എന്ന് വെച്ചാൽ കുഴി കെട്ടുക എന്ന് വെച്ചാൽ മീൻസ് വേറെ ഒന്നുമില്ല, റാബിറ്റിനെ വളർത്താനൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ചെയ്യാണ്. ആൻഡ് ഗേവ് ഓഫ് ഹിസ് ജോബ് ആസ് എ ബാലിഫ് ഫോർ ഗുഡ്. എന്താണ് ഈ പറയുന്ന ഒരു ബാലിഫിന്റെ കോർട്ടിലെ പറയുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ ജോബൊക്കെ കളഞ്ഞിട്ട് പുള്ളിക്കാരൻ പതുക്കെ ഒരു റാബിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന റാബിറ്റ്സിനൊക്കെ വളർത്താൻ തുടങ്ങുന്നു. Elcinda bought some stained plum pumps with high heels and many dresses of iridescent silk. അപ്പൊ എൽസിന്റെ എന്ത് ചെയ്യുന്നു, കുറച്ച് സ്റ്റെയിൻ പംപ്സ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റെയിൻ പംപ്സ് എന്ന് വെച്ചാൽ പറയുന്ന ലെതറോട് കൂടിയ പമ്പോട് കൂടി എന്താണ് വിത്ത് ഹൈ ഹീൽസ്, പറയുന്ന ചെരുപ്പുകൾ ഹൈ ഹീൽഡ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ മേടിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഇറിഡിസെന്റ് സിൽക്ക് കളർ ചേഞ്ചിങ് ആവുന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സിൽക്ക് ടൈപ്പ്, വ്യത്യസ്ത തരത്തിലുള്ള സിൽക്ക് ഒക്കെ ഉള്ള കളർ ചേഞ്ചിങ് ആയിട്ടുള്ള സിൽക്ക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഹൈ ഹീൽ ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ട് വളരെ മോഡേൺ ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരി എൽസിന് നടക്കുന്നുണ്ട്. പെലയാണെങ്കിൽ ജോബ് കളഞ്ഞിട്ട് പറയുന്ന റാബിറ്റ് എന്താണ് കൃഷി അല്ലെങ്കിൽ റാബിറ്റ് ഫാം ഒക്കെ തുടങ്ങുന്നു. നമ്മളെ പുള്ളിക്കാരി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഈ പറയുന്ന കണക്ക് നല്ല സിൽക്കും നല്ല ഇതൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കാൻ തുടങ്ങുന്നു. കാര്യം പണം ഉണ്ടല്ലേ, ഈ പറയുന്ന ആളെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഏഞ്ചലിനെ വിറ്റ് കിട്ടിയ പൈസ, വിറ്റ് കിട്ടിയെന്നല്ല, ഏഞ്ചലിനെ ഒരു ഷോ കേസ് ആയിട്ട് ഒരു വസ്തുവായിട്ട് കൺസിഡർ ചെയ്ത് അവരെന്ത് ചെയ്തു, പണം ഉണ്ടാക്കി അവരിപ്പോ നല്ല രീതിയിൽ ജീവിക്കുന്നു. ആ ഏഞ്ചൽ വന്നതിന് ശേഷമാണല്ലേ. ബാക്കി നോക്കാം. The chicken coop was the only thing that didn't receive any attention. ആകെ കാര്യം വീട് മാറി, ഗാർഡൻ മാറി, ആൾക്കാരല്ലേ പെലയോ മാറി, എൽസിൻഡ അവർ ഉൾപ്പെടെ അടിമുടി മാറ്റാണ് ഉണ്ടായത്. പക്ഷേ ആകെ മാറ്റം, യാതൊരുവിധ ചേഞ്ചും ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഏതായിരുന്നു? The chicken coop was the only thing that didn't receive any attention. ചിക്കൻ കൂപ്പിലാവട്ടെ യാതൊരു വിധത്തിലുള്ള അറ്റൻഷനും അവർക്കുണ്ടായിരുന്നില്ല. അത് അവിടെ കിടക്കുന്നു. അങ്ങനെ ഒരാൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പോലും ചിലപ്പോൾ മറന്നു കാണും. The dung heap stench from the coop was turning the new house into an old one. പക്ഷേ ഒന്ന് ഒട്ടും ശ്രദ്ധിക്കാതെ ഇട്ടിരുന്ന പറയുന്ന കൂപ്പിൽ നിന്നും ദുർഗന്ധം അല്ലെ ഈ പറയുന്ന സ്മെൽ അല്ലേ, അവരുടെ വേസ്റ്റിന്റെയൊക്കെ സ്മെല്ല്, സ്റ്റെഞ്ച് ഹീപ് സ്റ്റെൻ ഡങ്കിന്റെ ഒക്കെ എന്താണ് ഹീപ്പായിട്ടുള്ള ദുർഗന്ധം എന്ത് ചെയ്തു, പുതിയ വീടിനെ ഗന്ധം കാരണം അതൊരു ഓൾഡ് തോന്നിപ്പിച്ചു. At first when the child learned to walk, ഇപ്പോൾ അവരുടെ കുട്ടി ഇപ്പോൾ നടക്കുന്ന കൊച്ചുകുട്ടിയായിരുന്നു വന്നപ്പോ ഇപ്പൊ എന്താ കൊച്ചുകുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ നടക്കാൻ തുടങ്ങി. They were careful that he did not get too close to the coop. അപ്പോൾ പതുക്കെ ഈ പറയുന്ന ടൈം ആയപ്പോഴത്തേക്ക് കുട്ടി നടക്കുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്കും അവരെപ്പോഴും ശ്രദ്ധിച്ചു. എന്തിനാ ശ്രദ്ധിച്ചേ, ഈ പറയുന്ന കൂപ്പിലേക്ക് ആര് നടന്നു പോകരുതെന്ന് പറയുന്ന കൊച്ചുകുട്ടി പോവാതിരിക്കാൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ് ടു ദ സ്മെൽ. പതുക്കെ കാര്യം ഭയങ്കര ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, ഭയങ്കര ദുർഗന്ധം അല്ലേ, ഡങ്കിന്റെ പറയുന്ന സ്മെല്ലല്ലേ, ഈ പറയുന്ന ചിക്കൻ വേസ്റ്റിന്റെ ഒക്കെ അവരുടെ എന്താണ് ഈ പറയുന്ന വേസ്റ്റിന്റെ ഒക്കെ സ്മെല്ല് കാരണം ഓൾഡ് വൺ ആണെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഒരു കുട്ടി എന്താണ് നടക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചു എങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ, ഈ പറയുന്ന കൂപ്പിന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ പതുക്കെ ആ ഒരു സ്മെല്ല് അവർക്ക് ഫെമിലിയർ ആവുകയും അവർ പതുക്കെ ആ പേടി അവർക്ക് മാറുകയും ചെയ്തു. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, രണ്ടാമത്തെ പല്ല്, ആ പറയുന്ന കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വന്ന സമയം he had gone inside the chicken coop to play. ചിക്കൻ കൂപ്പിന്റെ അകത്തേക്ക് കളിക്കാനായിട്ട് പോയി. ആരോടൊപ്പം ആയിരിക്കാം, ഈ പറയുന്ന നമ്മുടെ ഏഞ്ചലുമായിട്ടാവാം. ആസ് വയോ ഫാളിങ് അപ്പാർട്ട്. അപ്പൊ ആ പറയുന്ന കാര്യം പതുക്കെ ശ്രദ്ധിക്കാതെ ഇട്ടേക്കുന്ന ചിക്കൻ കൂപ്പാണ്. പതുക്കെ ആ പറയുന്ന സൈഡിലുള്ള ഫെൻസിന്റെ ആ പറയുന്ന ചിക്കൻ കൂപ്പിന്റെ സൈഡിലുള്ള വയേഴ്സ് ഒക്കെ പതുക്കെ പോയി. അതിന്റെ ഇടയിൽ കൂടെ ആര് പോയി കളിക്കാൻ തുടങ്ങി, നമ്മളെ ഈ പറയുന്ന കുട്ടി പോയി കളിക്കാൻ തുടങ്ങി. They both came down with the chicken box at the same time. ഒന്ന് ആലോചിച്ച് ഒരു ബന്ധമൊന്നുമില്ല എങ്കിലും ഒരു കോമിക് ആയിട്ട് കൊടുത്തേക്കാണ്. ചിക്കൻ കുപ്പി പോയി ചിക്കൻ ബോക്സ് പിടിച്ചു എന്നുള്ള രീതി പറയാണോ വെച്ചാൽ ഇവിടെ പറയുന്നു അല്ലേ. അപ്പൊ അവിടെ കളിക്കാനായിട്ട് കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വന്നപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, പതുക്കെ അവര് വീട്ടുകാരെ ശ്രദ്ധയില്ലാത്ത സമയത്ത് എന്താണ് പറയുന്ന വയേഴ്സ് ഒക്കെ പോയി കിടക്കുന്ന അതിന്റെ ഇടയിൽ കൂടെയൊക്കെ എന്ത് ചെയ്തു, ചിക്കൻ കൂപ്പിന്റെ അകത്ത് കയറുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ അവര് കളിക്കാനായിട്ട് പോകുന്നതാണ് കുട്ടി, ചിലപ്പോൾ നമ്മുടെ ആരുടെ ഏഞ്ചലിനോടൊപ്പം ആവാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്തു, they both came down with the chicken box at the same time. അപ്പോൾ they both came down with the chicken box at the same time. ആ രണ്ടു പേർക്കും നമ്മുടെ ഈ പറയുന്ന ഏഞ്ചലിനും ഈ പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ ഈ കൊച്ചുകുട്ടിക്ക് എന്ത് ചെയ്തു, ഒരേ സമയം എന്ത് വന്നു, ചിക്കൻ ബോക്സ് വന്നു. ഡോക്ടർ പെട്ടെന്ന് ചിക്കൻ ബോക്സ് വന്നല്ലേ. അപ്പോൾ ഇതിനെ നോക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഡോക്ടർ വരികയാണല്ലേ. ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്നു, നോക്കാനായിട്ട് വരുന്നു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart.
പക്ഷെ കുട്ടിയെ നോക്കാമെന്ന ആ പറയുന്ന ഡോക്ടറിന് ആരെ നോക്കാതിരിക്കാൻ തോന്നിയില്ലടേ, ഈ പറയുന്ന പാവപ്പെട്ട നമ്മുടെ ആ ഏഞ്ചലിനെ നോക്കാതിരിക്കാൻ തോന്നിയില്ല. He found so much whistling in the heart and so many sounds in the kidneys. What surprised him most, however, was the logic of his wings. അപ്പൊ ഇങ്ങനെ പറയുന്ന ഡോക്ടർ എന്ത് ചെയ്തു, ഇങ്ങനെ അയാളെ ചെക്ക് ചെയ്തു. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട്, ഹാർട്ടിൽ നിന്ന് ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നി, കിഡ്നിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നു. വാട്ട് സർപ്രൈസ് ഹിം മോസ്റ്റ്, പക്ഷെ പോരാ, ഇതൊന്നും അല്ല അയാളെ സർപ്രൈസ് ചെയ്തത്. ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. അത് ആ പറയുന്ന ആ എന്താണ് ഓൾഡ് മാന്റെ വിങ്സ് കണ്ടിട്ടാണ് അയാൾക്ക് ആകെ ആശ്ചര്യം തോന്നിയത്. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഒരു മനുഷ്യന്റെ ഓർഗാനിസം അല്ലെ, മനുഷ്യൻ്റെതായ രീതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഒരു ഗ്രോത്ത് എക്സ്ട്രാ ഗ്രോത്ത് വരുന്നത്, അതുപോലെ ഒരു അങ്ങനെ വന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ഓർഗാനിസം ഉള്ള ഒരു വിങ്സ് ആണ് ആർക്കുള്ളത്, ഈ പറയുന്ന ഓൾഡ് മാൻ ഉണ്ടായിരുന്നത്. സോ അത് കണ്ടിട്ട് ഇയാൾക്ക് അത്ഭുതം, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്. ഹി കുഡിന്റ് അണ്ടർസ്റ്റാൻഡ്, അയാൾക്ക് മനസ്സിലായില്ല. വൈ അതർ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് ദം ടു, എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള എന്തുണ്ടാവുന്നില്ല, വിങ്സ് ഉണ്ടാകുന്നില്ല എന്ന് ആശ്ചര്യത്തോടെ നോക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന ഡോക്ടർ. എന്താ വിട്ട് നോക്കി അല്ലേ, പുള്ളിക്കാരൻ നോക്കിയപ്പോൾ കാണാം എന്താണ്, കുട്ടിയെ ചികിത്സിക്കാൻ വന്ന ചിക്കൻ ബോക്സ് ആർക്കും ഉണ്ട്, ഈ പറയുന്ന ആൾക്കൂടെ ചിക്കൻ ബോക്സ്, ഒരു ഏഞ്ചലിനും ചിക്കൻ ബോക്സ് വരെ നമുക്ക് പറ്റുവാടെ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ രണ്ടുപേർക്ക്, ഏഞ്ചലിനും വന്നു ആ പറയുന്ന കുട്ടിക്കും വന്നു. അപ്പോൾ കുട്ടിയെ നോക്കാൻ ഡോക്ടർക്ക് ഇയാളെ നോക്കാതിരിക്കാൻ നോക്കിയപ്പോൾ കാണാം അയാളുടെ ഹാർട്ടിൽ നിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നു, കിഡ്നീസിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. പോരാത്തതിന് അയാൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയിട്ട് എന്താണ് നോക്കിയപ്പോൾ കാണാം, ഒരു ഹ്യൂമന്റെ ഓർഗാനിസം ഉള്ള വിങ്സ് ആണ് ആർക്കുള്ളത്, ഈ പറയുന്ന ആൾക്കുള്ളത്. ഇയാൾക്ക് വിങ്സ് വരാമെങ്കിൽ ബാക്കിയുള്ള ഹ്യൂമൻസ് എന്തുകൊണ്ട് വിങ്സ് വരുന്നില്ല എന്നതിനെ കുറിച്ച് ആര് ചിന്തിച്ചു, ഈ പറയുന്ന ഡോക്ടർ ചിന്തിച്ചു. When the child began to സ്കൂളിലേക്ക് പോകാൻ ആയിട്ട് തുടങ്ങുന്ന സമയം നമ്മുടെ കുട്ടി, the sun and rain had caused the collapse of the chicken coop. അപ്പം കാര്യം കുറേ വർഷങ്ങളായിട്ട് കുറേ നാളുകൾ കുട്ടി വളർന്നു അല്ലേ, ഇങ്ങനെ കുറേ നാളുകളായി ചിക്കൻ കൂപ്പിന്റെ മുകളിൽ ഇങ്ങനെ സൂര്യപ്രകാശവും അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മഴയൊക്കെ വീണ് ആ ചിക്കൻ കൂപ്പ് ആകെ തകർന്നു. സോ തകർന്നു പോയി. The angel went dragging himself about here and there like a stray dying man. അപ്പൊ അതൊക്കെ ചിക്കൻ കൂപ്പ് തകർന്നപ്പോൾ എന്ത് ചെയ്താലും മണ്ടേ കൂടെയൊക്കെ വീണ് കാണും. അപ്പം ഇനി അങ്ങോട്ട് മഴയോ വെയിലൊക്കെ ഉള്ളപ്പോൾ അതിന് ചൂടടിക്കും, മഴ പെയ്യുമ്പോൾ വെള്ളം മൊത്തം നനഞ്ഞ് അത് മൊത്തം ഡ്രെഞ്ച്ഡ് ആവും. സോ അതുകൊണ്ട് തന്നെ പതുക്കെ ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പറയുന്ന ഓൾഡ് മാൻ പതുക്കെ സ്വന്തമായിട്ട് ഡ്രാഗ് ചെയ്ത് വലിഞ്ഞ് അങ്ങോട്ട് പോയി ആ ഹീരാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങി, ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. അപ്പോ ഈ പറയുന്ന കണക്ക് ആ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയൊക്കെ സ്കൂളിൽ പോകുന്ന സമയമായപ്പോഴത്തേക്ക് കാണാം എന്ത് ചെയ്തു, ആ മഴയും വെയിലൊക്കെ കൊണ്ട് ആ പറയുന്ന കോഴിക്കോട് ആകെ അല്ലെങ്കിൽ ആ ചിക്കൻ കൂപ്പ് ആകെ നശിച്ചു കിടക്കുകയാണ് അല്ലേ. പെട്ടെന്ന് എന്ത് ചെയ്തോ, പൊളിഞ്ഞു പോണ സമയത്താണെങ്കിൽ ഈ പറയുന്ന ആകെ നമ്മുടെ അവന്റെ ഷെൽട്ടർ ആരായിരുന്നു, നമ്മുടെ ഈ പറയുന്ന വെരി ഓൾഡ് മാന്റെ ആ ഷെൽട്ടർ എന്ന് പറയുന്ന ആ കൂപ്പായിരുന്നു അല്ലേ, മൊത്തത്തിൽ പോയി. പുള്ളിക്കാരൻ സ്വയം ഇങ്ങനെ വലിഞ്ഞഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ഹിയർ ആൻഡ് ദെയർ അങ്ങും ഇങ്ങുമൊക്കെ എന്താണ് വലിഞ്ഞഴഞ്ഞ് എന്തുപോലെ ഒരു സ്ട്രേ ഡൈയിങ് മാൻ, ആ അങ്ങോട്ടും ഇങ്ങോട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മരിക്കാറായ ഒരു മനുഷ്യനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഹി സീം ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം പല സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും കാണാൻ തുടങ്ങി. മീൻസ് വേറൊന്നുമല്ല, സ്ഥിരമായി അതിന് കിടക്കാനോ ഇരിക്കാനോ, കാര്യം വെയിലടിക്കുമ്പോൾ അങ്ങോട്ട് മാറും, മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് മാറും അല്ലെ, അതുപോലെ സ്വസ്ഥമായി കിടക്കാനോ ഇരിക്കാനോ ഒക്കെ ഉള്ളൊരു സ്ഥലം, ഒരു ഷെൽട്ടർ ഇല്ലാതെ ആർക്കായി, നമ്മുടെ ഈ പറയുന്ന ഓൾഡ് മാന് ആയാലും. കാരണം ഇത്രയും കാലം അതിൻ്റെ അകത്തായിരുന്നു, ആ കൂപ്പിന്റെ അകത്തായിരുന്നു. ചിക്കൻ ആണെങ്കിൽ അത് ചിക്കൻ കൂപ്പാണെങ്കിലും അത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ആരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ ഈ പറയുന്ന ഓൾഡ് മാൻ വിത്ത് വെരി ഇനോർമസ് വിങ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ആ വയസ്സനായ മനുഷ്യൻ, ആ വിങ്സോട് കൂടിയ മനുഷ്യൻ എന്താണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ ആ കൂപ്പും തകർന്നു. അപ്പൊ അതിന് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാടെ ഇല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. നോക്കാം. He could scarcely eat and his eyes had also become so foggy that he went about bumping into posts. അപ്പോൾ പുള്ളിക്കാരനെ സ്കേഴ്സ്ലി മീൻസ് കഴിഞ്ഞില്ല, നോട്ട് എന്നാണ്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി എന്നൊക്കെ ഉള്ള വാക്കുകൾ കണ്ടാൽ നോട്ട് ഇല്ല എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ്, പുള്ളിക്കാരന് കഴിക്കാനേ കഴിഞ്ഞില്ല, ഒന്നും കഴിക്കാൻ പറ്റിയില്ല, കഴിക്കാൻ തോന്നിയില്ല. And his eyes had also become so foggy that he went about bumping into post. അതിന്റെ കണ്ണുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫോഗി മീൻസ് കണ്ണിങ്ങനെ മൂടൽ, ആ കണ്ണിനൊരു വല്ലാത്തൊരു മൂടൽ കണക്ക് തോന്നി. മീൻസ് കഴിക്കാതെ ഫുഡൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നുന്നതാണ് അല്ലേ, ഫോഗി ആയിട്ട് തോന്നി. That he went about bumping into post. ആ കണ്ണൊന്നും കാണാൻ നേരെ പോയി എവിടെ ഇടിച്ചു, ആ പോസ്റ്റിലൊക്കെ പോയി ഇടിച്ച് ആകെ എന്താണ് വീഴുകയൊക്കെ ചെയ്തു. Pelayo threw a blanket over him and let him sleep in the shed. ഷെഡിന്റെ സൈഡിലായിട്ട് കിടക്കാനായിട്ട് പേലയോ എന്ത് ചെയ്തു, ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുകയും എന്തിട്ട് കൊടുക്കുകയും ചെയ്തു, ഒരു ബ്ലാങ്കറ്റ്, പുതച്ച് മൂടി കിടക്കാൻ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. Only then did they notice that he had a temperature at night. രാത്രി നോക്കിയപ്പോൾ കാണാൻ നല്ല ചൂടുണ്ട് ആർക്ക്, ഈ പറയുന്ന ഓൾഡ് മാന്. They became alarmed for they thought he was going to die. അവരിങ്ങനെ അങ്ങനെ അന്തം വിട്ട് നോക്കാണ്, എന്തായാലും എന്ത് സംഭവിക്കും. For they thought he was going to die. എന്തായാലും ആര് മരിക്കും, ഈ പറയുന്ന പുള്ളിക്കാരൻ മരിക്കാനായിട്ടൊക്കെ പോവുകയാണെന്ന് അവരിങ്ങനെ വിചാരിച്ചു. And yet he not only survived his worst winter
but seemed improved with the first sunny days. ഇപ്പോൾ ഏറ്റവും വിന്റർ സീസൺ ആണ്. വിന്റർ ആയ സമയത്ത് ആ പറയുന്ന ഫ്രോസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഫ്രോസ്റ്റ് ആയിട്ട് വളരെ എന്ന് വെച്ചാൽ നല്ല തണുപ്പോട് കൂടിയ വിന്റർ വരുന്നു. ആൻഡ് ഹി ഫേസ്ഡ് അവൻ ഏറ്റവും റോസ്റ്റ് ആയിട്ട്, റോസ്റ്റ് മീൻസ് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഏറ്റവും എന്താണ് മോശമായ കണ്ടീഷനിലൂടെയൊക്കെ കടന്നു പോകുന്നു. പക്ഷേ ഇംപ്രൂവ്ഡ് ആഫ്റ്റർ ദാറ്റ് സണ്ണി ഡേയ്സ്. അപ്പോൾ അതിനുശേഷം വന്ന സണ്ണി ഡേയ്സിൽ എന്ത് ചെയ്യുന്നു, ആ പറയുന്ന ആൾ ഇംപ്രൂവ്, നമ്മുടെ ഈ ഓൾഡ് മാൻ ഇംപ്രൂവ് ആയി വന്നു. He remained motionless for several days in the farthest corner of the courtyard. കോർട്ട്യാർഡിന്റെ ഒരു സൈഡിലായിട്ട് എന്താണ് കുറേ ദിവസം എന്താണ് അനങ്ങാതെ അവിടെ കിടന്നു. At the beginning of the December, some large stiff feathers began to grow on his wings. അപ്പോൾ ഡിസംബറിന്റെ ആദ്യ സമയം ഇങ്ങനെ ആവുകയാണ്. അപ്പോഴത്തേക്ക് നോക്കിയാൽ കാണാം വലിയ വിങ്സ്, വലിയ ആ പറയുന്ന വിങ്സിൽ പതുക്കെ നല്ല സ്റ്റിഫായിട്ടുള്ള, നല്ല കട്ടിയുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെദേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, പതുക്കെ വളരാൻ തുടങ്ങി. ദേ ലുക്ക് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. ഒരു സ്കെയർ ക്രോ, നമ്മൾ ഈ പറയുന്ന പാടത്തൊക്കെ വെക്കുന്ന കോലങ്ങളിലൂടെ ആ പറയുന്ന കോലങ്ങൾ ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ആ പറയുന്ന സ്കെയർ ക്രോയെ പോലുള്ള ആ രീതിയിലുള്ള ഫെദേഴ്സ് ഒക്കെ ആർക്ക് വരാൻ തുടങ്ങി, നമ്മുടെ ഈ പറയുന്ന ഓൾഡ് മാന് വരാൻ, അവരുടെ വിങ്സിൽ, അദ്ദേഹത്തിന്റെ ആ പറയുന്ന ഇനോർമസ് വിങ്സിൽ വരാനായിട്ട് തുടങ്ങി. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ഇപ്പൊ വരാൻ തുടങ്ങിയുള്ള കാലമൊക്കെ പറഞ്ഞു. One morning, ഒരു ദിവസം രാവിലെ, Elcinda was cutting some bunches of onions for lunch when a wind blew into the kitchen. അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ആര് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഈ പറയുന്ന എൽസിൻഡ ആ ഓണി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒണിയൻസ്, ഈ പറയുന്ന ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അടുക്കളയിലേക്ക്, കിച്ചണിലേക്ക് ഒരു കാറ്റ്, ഒരു വിൻഡ് ഇങ്ങനെ അടിക്കുന്ന കണക്ക് തോന്നി. Then she went to the window and found the angel is in his first attempt to flight. നോക്കിയപ്പോൾ കാണാം ഏഞ്ചൽ പതുക്കെ പറന്ന് ആദ്യത്തെ ഒരു ശ്രമം നടത്തുകയാണ് പറക്കാനുള്ള. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. അതൊക്കെ പറന്നു പോങ്ങി. ആദ്യത്തെ ശ്രമമാണ്, പക്ഷെ ക്ലംസിയാണ്. അത്യാവശ്യം വലിയ ബലമൊന്നും കൊടുക്കാതെ, സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആദ്യത്തെ പറക്കൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നേരെ പോയി എവിടെ പോയി തട്ടി, ഷെഡിന്റെ സൈഡിൽ പോയി തട്ടുന്നു. സോ അതുകൊണ്ട് തന്നെ അത് പുള്ളിക്കാരൻ ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. ആദ്യമായി ആ ഫെദേഴ്സ് ഒക്കെ വന്നിട്ട് പറക്കാൻ നോക്കുകയാണ്, ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷെ പതുക്കെ മാനേജ് ചെയ്ത് എന്ത് ചെയ്തു, കുറച്ച് പൊങ്ങി, കുറച്ച് പൊക്കത്തിൽ എന്ത് ചെയ്തു, ഇങ്ങനെ പൊങ്ങി പറന്നു പോകുന്നത് കണ്ടു. എൽസിൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. ഇത് കണ്ടപ്പോ എൽസിൻഡ എന്ത് ചെയ്തു, ഒരു ദീർഘനിശ്വാസം, ഒരു ആശ്വാസത്തോടു കൂടി, കൊള്ളാം. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം, അവന് വേണ്ടിയിട്ടും അവൾക്ക് വേണ്ടിയിട്ടും, മീൻസ് വേറെ ഒന്നുമല്ല, ആ പറയുന്ന അയാളുടെ പറന്നു പോകുന്നുണ്ടല്ലോ, ആൻഡ് ആൾസോ ഹെർസെൽഫ്, അവൾക്ക് ഒരു ദീർഘനിശ്വാസം. കാര്യം അയാളും രക്ഷപ്പെട്ടു, നമുക്കും എന്തില്ല, ഇനി അയാളെ നോക്കേണ്ട ആവശ്യം ഇല്ല. When she watched him pass over the last houses, he was holding himself up in some way with the risky flapping of a senile vulture. നോക്കിയപ്പോൾ കാണാം അവൾ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ആ വീടിന്റെ അങ്ങോട്ടേക്ക് പറന്നു പോകുന്നവരെ അവൾ ഇങ്ങനെ ആരെ നോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ പറയുന്ന നോക്കുന്നു. അപ്പോൾ ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ്, ഇങ്ങനെ പതുക്കെ പോവുകയാണ്. വലിയ രീതിയിൽ ഒരു പക്ഷി പറന്നു പോകണക്കല്ല, പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു നോക്കുന്നു. ആൻഡ് സം വേ വിത്ത് എ റിസ്കി ഫ്ലാപ്പിംഗ്, റിസ്കി പതുക്കെ, വയസ്സനാണ്, വയ്യാത്ത ആളാണ്. സോ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും. വയസ്സനായ ഒരു സെനൈൽ വൾച്ചർ വൃദ്ധനായ ഒരു കഴുകൻ, അല്ലെങ്കിൽ പോട്ടെ ഒരു എന്താണ് ഈ പറയുന്ന വൾച്ചർ, കഴുകൻ പറന്നു പോകുന്നത് പോലെ പതുക്കെ ചിറകുകൾ അടിച്ച് ഇങ്ങനെ മുന്നോട്ട് പറന്നു പോകുന്നത് ആര് നോക്കിക്കൊണ്ടിരുന്നു, നമ്മുടെ ഈ പറയുന്ന എൽസിൻഡ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ when she was through cutting the onions ഇങ്ങനെ കട്ട് ചെയ്ത് ആണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അയാൾ ഇങ്ങനെ പറന്നു പോകുന്നു. ഇങ്ങനെ ആര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഈ പറയുന്ന എൽസിൻഡ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. She kept on watching until it was no longer possible for her to see him. അദ്ദേഹത്തെ, അല്ലെങ്കിൽ ആ പറയുന്ന അവനെ കാണാൻ പറ്റിയിരുന്ന സമയത്ത് വരെ, നമ്മൾ നോക്ക് ദൂരെ ആ പറയുന്ന ഒരു വ്യൂ കിട്ടുന്നവരെയും, ആ വ്യൂ അങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്ന ആ സമയം വരെയും ആരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഈ പറയുന്ന ഓൾഡ് മാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. He was no longer an annoyance in her life but an imaginary dot on the horizon of the sea. അപ്പോൾ കടലിന് കുറുകെ ഇങ്ങനെ ആ ഒരു ഡോട്ട് പോലെ, ഒരു പൊട്ട് ആയി കാണുന്ന ആ സമയം വരെ, മീൻസ് വേറെ ഒന്നുമല്ല, അങ്ങ് പറന്ന് ആ ഹൊറിസോൺ ചക്രവാളവും കഴിഞ്ഞ് അങ്ങ് പോകുന്നത് വരെയും ആര് നോക്കിക്കൊണ്ടിരുന്നു, നമ്മുടെ എൽസിൻഡ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ്, ഇനി ഒരിക്കലും അവളുടെ ലൈഫിലെ ഒരു അനോയൻസ് മീൻസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കത്തില്ല ഈ പറയുന്ന ആളല്ലേ. ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി, അല്ലെങ്കിൽ ഒരേ നാളുകളായി ചിക്കൻ കൂപ്പിലും അങ്ങും ഇങ്ങും കിടന്ന് അലയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യ അല്ലേ, അതും രക്ഷപ്പെട്ടു. അവളുടെ ലൈഫിൽ ഇനി എന്താണ് ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു ഇത് തോന്നപ്പെടാണ് ദീർഘനിശ്വാസം ഇട്ടത് അല്ലേ. അപ്പോൾ ഇപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഇതിപ്പോൾ പറന്നുപോയി, ഇനി അത് എപ്പോഴും ഒരു എന്ത് മാത്രമാണ്, ഒരു ഡോട്ട്, ഒരു ഓർമ്മ, വെറും ഒരു ഓർമ്മ മാത്രമായി ഇനി അത് അവശേഷിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഒരു കുറച്ച് ഭാഗം. ഇത് കുറേ കാര്യങ്ങളുണ്ട്, ഇത് ഒരുപാടുണ്ട്, അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ
ഈ പറയുന്ന കഥ മനസ്സിലായില്ലേ? ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു എന്താണ് ഈ പറയുന്ന കണക്ക് നമ്മുടെയൊക്കെ ലൈഫിലായാലും ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളല്ല, നമ്മുടെ ഡിസേബിൾഡ് ആയിട്ടുള്ളതോ ചിലപ്പോൾ പ്രത്യേക മീൻസ് എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ പണമില്ലാത്തവരോ അസുഖബാധിതരായിട്ടോ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്കും കടന്നു വരാം. അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന കണക്ക് ഒരു മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്യരുത്. അപ്പൊ ഇവിടെ ചെയ്ത എന്താണ്, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒരു എന്താണ് ഒരു മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയുടെ എല്ലാ വിധത്തിലുള്ള ഇതുള്ള ഒരാൾ, പക്ഷേ സ്പെഷ്യലി ആയിട്ടുള്ള വിങ്സോട് കൂടിയ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു ഫാന്റസി ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. ആൾക്കാര് ഒരു സർക്കസ് അനിമലായിട്ടും ഇവരെന്ത് ചെയ്യുന്നു, വളരെ ഒരു ആളെ എന്താണ് വലിച്ചിഴച്ച് എവിടെ കൊണ്ടിടുകയാണ്, ഹെന്നിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ചിക്കൻ കോപ്പി കൊണ്ടിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലെ. അപ്പോൾ മനുഷ്യന്റെ ആ ഒരു എന്താണ് മനോഭാവം അല്ലെങ്കിൽ അവരുടെ ആ മൈൻഡിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ നോക്കാനുള്ളത് അല്ലെ. വളരെ കഷ്ടപ്പാട് അനുഭവിച്ച് അതെല്ലാം സഹിച്ച് നമ്മൾ പറഞ്ഞു അയാളുടെ സൂപ്പർ നാച്ചുറൽ എലിമെന്റ് എന്താണെന്ന് പറയുന്നുണ്ട്, പേഷ്യൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതെല്ലാം സഹിച്ച് വളരെ പേഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാത്തിനെയും നോക്കി അല്ലെങ്കിൽ എല്ലാം സഹിച്ച് അവസാനം എന്ത് ചെയ്യണം, ഇതെല്ലാം കഷ്ടപ്പാടും ഇതെല്ലാം ആ പറയുന്ന ട്രയൽസ് എല്ലാം സഹിച്ചിട്ട് അവസാനം അയാൾ എന്ത് ചെയ്യാണ്, ട്രയംഫിൽ എത്തിപ്പെടുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, നമ്മുടെ യൂണിറ്റിന്റെ പേര് ട്രയൽസ് ആൻഡ് ട്രയംസ് അല്ലെ. ഒരുപാട് കഷ്ടപ്പാട് ഹാർഡ്ഷിപ്സ് ഒക്കെ ഒരുപാട് സഹിച്ച ആളാണ് അയാൾ. എന്ത് ചെയ്യുന്നു, അവസാനം സക്സസ് ആവുന്നു. സക്സസ് ആവുക അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അയാളുടെ ഫെദേഴ്സ് വളരുകയും ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒരുപാട് ശ്രമിച്ച് അയാൾ എന്ത് ചെയ്യുന്നു, പറന്ന് അയാളുടെ രീതിക്ക് അയാൾ മുന്നോട്ട് പറന്നു പോവുകയാണ്. ഇതാണ് ഈ പാഠം. ഈ ചാപ്റ്റർ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായത് 2 പാർട്ടിലായിട്ട്, ഒന്നാമത്തെ പാട്ടുകൊണ്ട് ഇപ്പോഴത്തെ ഈ രണ്ടാമത്തെ പാട്ട്, ഈ 2 പാർട്ടിലായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഈ പാഠത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കുറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ഇനി നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ ആറ്റിക് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.